അധികാരമേറ്റതിനു പിന്നാലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങുകയാണ് UDF സർക്കാർ. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കൂട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിക്കും. UDF സർക്കാരിലെ മന്ത്രിമാർക്ക് പഴയ കാറാകും അനുവദിക്കുക. മുഖ്യമന്ത്രി VD സതീശന് VN വാസവൻ ഉപയോഗിച്ച കാർ അനുവദിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, അതേപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ, അത് വലിയ പണം ചിലവാക്കേണ്ട, അങ്ങനെ ദൂർത്ത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് VD സതീശൻ ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പഴയ മന്ത്രിമാർ ഉപയോഗിച്ച കാറുകൾ തന്നെ ഉപയോഗിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടൂറിസം വകുപ്പിന്റെ ഗ്യാരേജിലാണ്. അവിടെ നമുക്ക് ഈ പല കാറുകൾ കാണാം. ഈ 11-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത് P രാജീവാണ്. തൊട്ടപ്പുറത്ത് 20-ാം നമ്പർ കാറുണ്ട്, അത് ഉപയോഗിച്ചിരുന്നത് വീണ ജോർജ് ആണ്. അതിനുമപ്പുറത്തേക്ക് 10-ാം നമ്പർ കാർ അത് KN ബാലഗോപാൽ ാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17-ാം നമ്പർ കാറുണ്ട്, അത് മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച കാറാണ്. അങ്ങനെ മുഴുവൻ കാറുകളും പഴയ മന്ത്രിമാർ ഉപയോഗിച്ച മുഴുവൻ കാറുകളുമായിരിക്കും UDF സർക്കാരിന്റെ മന്ത്രിമാരും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് VN വാസവൻ, കഴിഞ്ഞ തവണ തുറമുഖ മന്ത്രിയായിരുന്ന VN വാസവൻ ഉപയോഗിച്ച കാറ് അതായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ ഉപയോഗിക്കുക എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ കാരണം ഏറ്റവും കുറവ് ദൂരം യാത്ര ചെയ്ത ഉപയോഗിച്ച വാഹനമാണ്. കാരണം നമുക്കറിയാം VN വാസവന്റെ വാഹനം കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെടുകയും പിന്നീട് മറ്റൊരു പുതിയ വാഹനം അടക്കം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ആ വാഹനമായിരിക്കും VD സതീശൻ ഉപയോഗിക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് ഇപ്പോൾ വരുന്നത്. ഏതായാലും ആ വാഹനം ഇപ്പോൾ സർവീസിങ്ങിന് അല്ലെങ്കിൽ മറ്റു മെയിൻ്റനൻസിനായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്, ടൂറിസം വകുപ്പിന് തന്നെ വർക്ക്ഷോപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റ് മന്ത്രിമാരുടെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഏതായാലും ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ആ രീതിയിലൊരു ക്രമീകരണം അത് പുതിയ സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്യാരേജിൽ നിരവധി വണ്ടികൾ നമുക്കിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കും. പക്ഷേ ആ കിയ കാർ മാത്രം കണ്ടില്ല. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു VIP യാത്ര എന്നൊക്കെ രീതിയിൽ ടൂറിസം വകുപ്പ് മാറ്റാനുള്ള സാധ്യതയും നമുക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.